ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസൽബിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നലത്തെ വീഡിയോ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഹൗസ് ബോട്ടിൽ കയറി നമ്മൾ ഹൗസ് ബോട്ടിൽ എല്ലാതും കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ട്. ഇന്ന് നമ്മൾ അവിടെ കുറച്ച് ഗെയിംസൊക്കെ നടത്തുന്നുണ്ട്. കസാലക്കളി അങ്ങനത്തെ കുറച്ച് ഗെയിംസൊക്കെ നടത്തുന്നു. അവിടെ എൻ്റെ എപ്പിയും നൗഫലൊക്കെ എല്ലാവരും എന്തൊക്കെയോ എഴുതി കൂട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് എന്തൊക്കെ എഴുതുന്നൊക്കെ പോയി നേരെ വീട്ടിലേക്ക് എടുക്കാം. ഫ്രണ്ട്സ്, ഇവിടെ എൻ്റെ നൗഫലാക്കി എൻ്റെ കൊണ്ട് കൂടിയിട്ട് അവിടെ എന്തൊക്കെ എഴുതി കൂട്ടുണ്ട്. ഗെയിമിലുള്ളതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എവിടെ എല്ലതും എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എഴുതി കഴിഞ്ഞിട്ട് ഏതായാലും ഞങ്ങൾ പോയി ഫുഡ് കഴിച്ച് തരാം. അപ്പോൾ അതിനൊക്കെ വരെ എഴുത്ത് കഴിഞ്ഞ് വന്നേ. പിന്നെ അവിടെ കുറച്ച് ഓരോ ഗെയിംസൊക്കെ മുകളിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഞാൻ പോയി ചോറ് വെച്ചിട്ട് കാണാം. പിന്നെ ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്നത്തെ പറഞ്ഞാല് റൈസ് ഉണ്ട്, പിന്നെന്താണ് പിന്നെ ബട്ടറുള്ള പാത്രം അങ്ങോട്ടുണ്ട്, പിന്നെ ഇത് സലാഡ്സ് ഉണ്ട്, പിന്നെ ഇത് ക്യാബേജിന്റെ തോരൻ, ഇതും ക്യാബേജിന്റെ തോരൻ. രണ്ട് പാത്രത്തിലാക്കിയെന്നുള്ളൂ, ഐറ്റംസ് കൂടെ ആളല്ലേ. സാമ്പാർ ഇത് വേറെ ഐറ്റം, ഇത് വേറെ ഐറ്റം. ഇത് കടുകിട്ട ഐറ്റം, ഇത് കടുകിടാത്ത ഇതെന്താ പിന്നെ ഇത് പിന്നെ നമ്മളെ സ്പെഷ്യൽ സാധനം ഉണ്ടല്ലോ, ബിലാപ്പി പൊരിച്ചല്ലത് കരിമീന്ന് പറയും. കരിമീന്നൊക്കെ പറയാലോ ഇവിടെ. ഇത് കരിമീന്റെ ടേസ്റ്റ് ഉണ്ടോ എല്ലാവർക്കും? അത് നല്ലൊരു പരിപാടിയാട്ടോ നിങ്ങൾ എടുത്തിട്ട്. നമ്മുടെ
നമ്മുടെ ഈ ടൂർണമെന്റ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് ആ കുട്ടീനെ പിടിച്ചുകൊണ്ടാണ് അവൻ വിളമ്പി കൊടുക്കുന്നത്. എന്തൊരു കഷ്ടപ്പാടാണ്. ആ കുട്ടീനെ അവിടെ കൈ കൊടുത്തും ചെയ്തിരിക്കണേ. ഇവിടെ ആ കുട്ടീനെ അമ്മ ഇവിടെ ചോറ് വയ്ക്കണേ. എവിടെ ആ കുട്ടീൻ്റെ അമ്മ ഇവിടെ ചോറ് വയ്ക്കണം. ആ ചെക്കൻ വിളമ്പി കൊടുക്കണോണ്ട് ചോറ് വിളമ്പി കൊടുക്കണോണ്ട് കുട്ടീനെ പിടിച്ചും ചെയ്തിരിക്കണം. ആ ഒരു മിനിറ്റ് രണ്ടാം പ്രാവശ്യം എടുക്കണേ. മൂന്നാമത്തെ മൂന്നാമത്തെ മീനാണ്. ഇതൊക്കെ ബാക്കിയുള്ളവർക്ക് ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോര്. ആലപ്പുഴ നല്ല കരിയാണ്. 1.5 മണിക്കൂർ ബാക്കിയാണ്. ഒന്നുമില്ലേ ഫ്രണ്ട്സ്, നമ്മൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. എല്ലാവരും കൊണ്ട് വർത്താനം പറഞ്ഞ് കോമഡിയൊക്കെ പറഞ്ഞ് ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിലിരുന്ന് അപ്പുറത്ത് കുറേ ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. അത് നോക്കിയിരുന്ന് കായലും കണ്ട് എന്താ പാട് സംഭവം ഉഷാറാണ്. നല്ല ഉഷാറാണ്. നല്ല ഉച്ചക്കത്തെ നമ്മളിവിടെ വന്ന ആൾക്കാരെ മൊത്തം 4 ഗ്രൂപ്പായിട്ട് ABCD അങ്ങനെ 4 ഗ്രൂപ്പായിട്ട് നമ്മളിവിടെ വീട്ടിലെത്തുന്ന വരെ ഈ ഗ്രൂപ്പായിട്ട് നമ്മൾ ABCD ഈ 4 ഗ്രൂപ്പുകൾ. ഇവിടെ ഒരു ഗ്രൂപ്പ് ഫസ്റ്റ് ഒരു പാട്ട് പാടും. ഒരു 4 വരി 5 വരി. അത് കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യണം? മറ്റേ ആ അക്ഷരത്തിനോട് തുടങ്ങുന്നത് അടുത്ത ഗ്രൂപ്പ് ബി ഗ്രൂപ്പ്. നല്ല സമ്മാനങ്ങളാണ് നിങ്ങളുടെ വെയിറ്റ് കളിച്ചിട്ടുള്ളത്. നല്ല സമ്മാനങ്ങൾ. അപ്പൊ ടോക്കൺ ഏതാണെന്ന് ഏക്കാർ കമ്പനി ഓർത്തിരിക്കുക. ഡീക്കാർ കൂടെ സി അവിടെ ഡി കൂടെ അങ്ങനെ 4 ടീമായിട്ട് ഇരിക്കണം. അപ്പൊ എല്ലാവർക്കും നക്കുകളുണ്ട്. അത് കിട്ടുന്ന ആളാച്ചാല് ഏക്കാരൊരു ഭാഗത്ത് ഡീക്കാർ സിക്കാർ. ഫ്രണ്ട്സ്, നറുക്കെടുപ്പിൻ്റെ സമയത്ത് നറുക്കെടുപ്പിൻ്റെ സമയമാണ്. അപ്പോൾ എല്ലാവരും കൂടി എല്ലാ ഗ്രൂപ്പും ആക്കണം. അപ്പോൾ ആ തിരക്കിലാണ്. പിന്നെ എല്ലാ ഗ്രൂപ്പും ആയി കഴിഞ്ഞിട്ട് നോക്കാം. ഇതൊക്കെ തർക്കിക്ക നല്ല പാട്ട് ഭാഷ. ചില ആളുകൾ ഇല്ലാത്ത പാട്ടൊക്കെ പറയും. നല്ല മേപ്പന്മാരൊക്കെ പാടുക. ഈ ഒരുപാടെല്ലാം പാട്ടാണ്. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. പവിത്രത തിളങ്ങുന്ന താരാമ്പരമാണ് പെരിയോന്റെ കലാമാണ്. പെരിയോന്റെ കലാമാണ്. പെരിയോന്റെ കലാമാണ്. ഖുർആൻ പെരിയോന്റെ കലാമാണ്. ഖുർആനാണ് പരിചയം പൂങ്കാവാണ്. പവിത്രത തിളങ്ങുന്ന താരാമ്പരമാണ് പെരിയോന്റെ കലാമാണ്. ഖുർആൻ പെരിയോന്റെ കലാമാണ്. ലാസ്റ്റത്തെ വരിന്റെ ഫസ്റ്റത്തെ ചോട്ട് ലാസ്റ്റ് പെരിയോന്റെ കലാം നടക്കാം.
ഫസ്റ്റ് തന്നെ നല്ല ഉഷാറായിട്ട് നല്ലൊരു കൈയോടെ നമ്മള് വിചാരിച്ചാൽ
ज्यादा समृद्ध दिया
അതൊക്കെ ചന്തില അതൊക്കെ ചന്തിൽ ആ ഹൗസ് ബോട്ടൊക്കെ നമ്മളൊക്കെ അടിപൊളി ചന്തി. ടീമേ അവർക്കൊന്നും മേടിക്കാനില്ല കേട്ടോ. Oh, hey guys. ലാസ്റ്റ് പോയിന്റുള്ള ലാസ്റ്റ് മത്സരം. എല്ലാവരും നല്ല ഉഷാറായിട്ട് പാടി. നമ്മളെ വീട്ടിലുള്ള കുറെ നല്ല പാട്ടാണ്. പക്ഷെ ആറ് മോശം ആ സമ്മാനം സമ്മാനം അത് വല്ലാതെ നല്ല പാടി. സമ്മാനം ഇതിന്റെ മത്സരത്തിന് ഒരാളെ പാടിയതും ഗ്രൂപ്പായിട്ട് പാടിയതും ഒക്കെ നോക്കിയിട്ട് കൊടുക്കാൻ സമ്മാനം കൊടുക്കാനാ ഏറ്റവും പ്രധാനമാണ്. ഫസ്റ്റ് പ്രൈസ് ബി. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു സി. രണ്ട് ടീമുകളിൽ സമ്മാനം പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ രണ്ട് ടീമിൽ മൂന്നാം സ്ഥാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാമറമാർക്കൊന്നുമില്ലേ? സമ്മാനം അറ്റൊരു സമ്മാനം കൊടുക്കാൻ ടീമിന്റെ കാരണം
ഫസ്റ്റ് കിട്ടിയാണ് അതേ കളറാവില്ല സെക്കൻഡ് കിട്ടിയത് അത് എക്സ്പേർഡ് അടിപൊളി അതല്ല ഇപ്പൊ ഞങ്ങള് കൊറേ നേരം ഈ മൈക്കിൽ കൊടുക്കാൻ സമ്മാനം കൊടുക്കാനാ ഏറ്റവും പ്രായമുള്ള ഫസ്റ്റ് പ്രൈസ് goes to C. രണ്ട് ടീമുള്ള സമ്മാനം പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ രണ്ട് ടീമിൽ മൂന്നാം സ്ഥാനം പ്രഖ്യാപിച്ചിരിക്കും. ക്യാമറമാർക്കൊന്നുമില്ലേ സമ്മാനം അറ്റൊരു സമ്മാനം കൊടുക്കാൻ ടീമിന്റെ കാരണം ഷഫ ഫസ്റ്റ് കിട്ടിയാണ് അതേ കളറാവില്ല സെക്കൻഡ് കിട്ടിയത് അത് എക്സ്പേർഡ് അടിപൊളി തൊണ്ടട്ടിരുന്നത് അടിച്ചു
ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ വീഡിയോയുടെ അതിൻ്റെ പേര്. അപ്പോൾ ഏതായാലും അവിടെ ഫീല് കിട്ടാൻ വേണ്ടിയാണ് ഓരോ സൗണ്ടൊക്കെ കാണുന്നത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കസാരക്കളിഞ്ഞ വീഡിയോ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ.